ആതിര ക്രേവിങ്സ് പാർട്ട് 1. സമയം 12:33. ഉറങ്ങാൻ കിടന്നപ്പോ ഒരു പൂതി നല്ല ക്രീമി പാസ്ത കഴിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കം ടു ദ റെസിപ്പി. ബോയിൽ വാട്ടറിൽ നമ്മൾ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽക്ക് ഓയിൽ ഒഴിക്കുക. അതിൽക്ക് നമ്മൾ ഗാർലിക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്നിങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു 3 സ്പൂൺ മൈദം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. ബട്ടറാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ അതിൽക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളൊരു വൈറ്റ് സോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചിട്ട് ക്രീം രൂപത്തിലാക്കി എടുക്കണം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 1/2 ലിറ്റർ പാലിന്റെ പകുതിയോളം വേണ്ടി വന്നേ. ഇനി ഇതൊന്ന് തിക്കായി വരുമ്പോൾ അതിൽക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേ. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിൽക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൽക്ക് നമ്മൾ സവോളയും ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് സോട്ട് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കേ. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഓഫ് ചെയ്യുക. ഇനി നമ്മളുടെ പ്രോസസ്സിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അതിൽക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സും ഒറിഗാനും കൂടെ ചേർക്കണേ. ദെൻ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയ ശേഷം ഒരു പീസ് ചീസും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ക്യാപ്സിക്കവും ഒനിയനും കൂടെ ചേർക്കേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ പാസ്ത ഉണ്ടല്ലോ, അതും കൂടെ ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം സെറ്റായടോ. ഇത് അടിപൊളിയായിരുന്നു. ഇതൊന്ന് പ്ലേറ്റിലാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ. നിമിഷ നേരം കൊണ്ട് പാത്രം കാലിയായിട്ടോ. അതിന് തെളിവിനായി ഇപ്പൊ കൊടുക്കാം. കണ്ടില്ലേ, ഇതിന് പാത്രം കഴുകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ആരൊക്കെ നല്ല സന്തോഷത്തിൽ പോയി കിടന്നിറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.